കുറച്ച് ദിവസത്തിന് മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇടാനും ഒക്കെ മടി പിടിച്ചിട്ട് വീഡിയോ ഇടാറേ ഇല്ലായിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. അപ്പം എനിക്ക് റോയ്സും കുറച്ച് കായലും ഞണ്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഏതാണ്ട് ഒരു 10 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഇത് കഴിച്ചിട്ട്. നമ്മൾ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഇത് കഴിച്ചതായിരുന്നു. ഇവിടെ വന്നിട്ട് ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ രാവിലെയാണ് ഇത് കൊണ്ടു തന്നത്. പക്ഷേ അത് കറി വെച്ചപ്പോൾ വൈകുന്നേരമായി. കാരണം അപ്പൂന് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ജീവനുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഒന്ന് കാണിച്ചിട്ട് ഇത് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കാണിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പം ഞാനത് റോസ്റ്റാണ് ഉണ്ടാക്കിയത്. സവാള ഏറെ എടുത്ത് വഴറ്റി, അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റി, ഒരു തക്കാളിയും പച്ചമുളക് ഏറെ ചേർത്തു. കാരണം എരിവിന് നമ്മൾ ഒരുപാട് മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. വളരെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് പോലെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ഞണ്ടിൽ നിന്ന് ഇറങ്ങി വന്നോളും. എന്നിട്ട് അത് നന്നായിട്ട് പറ്റിച്ചെടുത്തു. നല്ല ടേസ്റ്റായിരുന്നു. ഇത് പാലപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നമ്മളൊക്കെ കഴിക്കാൻ പറ്റും. നമ്മൾ ഷാപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഞണ്ട് കറിയില്ലേ, അതേ ടേസ്റ്റിലുള്ളൊരു ഞണ്ട് കറിയാണ് കേട്ടോ. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നമ്മൾ കടൽ ഞണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.